ടെക്സ്മോ അക്വാടെക്സ് അക്വാ ഗ്രൂപ്പിൻ്റെ സാധാരണ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 1 HP 1.5 എന്ന് പറയുന്ന 1.5 സെക്ഷനും 1 ഇഞ്ച് ഡെലിവറിയുള്ള മുകളിൽ വയ്ക്കുന്ന സാധാരണ ഫുട്ബോൾ പമ്പ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു സാധാരണ സെൻട്രിഫ്യൂഗൽ മോണോബ്ലോക്ക് പമ്പിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ പമ്പിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിണറിൽ വെള്ളത്തിൻ്റെ ലെവൽ വളരെ താഴേക്ക് പോവുകയും പല മേളിലിരിക്കുന്ന മോട്ടറുകളും വലിക്കാതെയായി. കാരണം ഈ സെൻട്രിഫ്യൂഗൽ പമ്പുകൾക്ക് കമ്പനി പറയുന്ന മാക്സിമം സെക്ഷൻ 7 മുതൽ 7.5 വരെയാണ്. പല കിണറുകളിലും നമ്മൾ 8 മീറ്റർ 9 മീറ്ററൊക്കെ സെക്ഷൻ ഇട്ടേക്കുന്ന കിണറുകളുണ്ട്. അപ്പോൾ മോട്ടർ വലിക്കാതെയായിട്ട് കെട്ടിയിറക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ മോട്ടറിന് മെയിനായിട്ട് എത്ര സെക്ഷൻ കിട്ടും, എത്ര ഡിസ്ചാർജ് കിട്ടും, എത്ര വെള്ളത്തിൻ്റെ അളവ് കിട്ടും എന്നതാണ് നമ്മുടെ ഒരു മെയിൻ കൺസേൺ. അതാണ് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ റൈഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെക്സ്മോ അക്വാടെക്സിൻ്റെ ഏറ്റവും പുതിയ ലോഞ്ചാണ് HCS 630H എന്ന് പറഞ്ഞ ഈ മോഡൽ. ഇതിന് മുന്നേ വന്നിരുന്നത് HCS 630 എന്ന് പറഞ്ഞ 22 മീറ്റർ മാത്രം ഹെഡ് കിട്ടുന്ന 1.25 സൈസിലുള്ള പമ്പായിരുന്നു. അതിന് പകരം വന്നിരിക്കുന്നതാണ് 630H എന്ന് പറഞ്ഞ 1.25 സൈസിൽ തന്നെ 30 മീറ്റർ ഹെഡ് കിട്ടുന്ന പമ്പ്. ഇതിന് ഏകദേശം റേറ്റഡ് ഹെഡ് 24 മീറ്ററും 24 മീറ്ററിൽ തന്നെ 6000 ലിറ്റർ ഡിസ്ചാർജുമാണ് കമ്പനി പറയുന്നത്. മാക്സിമം 30 മീറ്റർ വരെ യൂസ് ചെയ്യാനും പറ്റും. ഈ ടെക്സ്മോയുടെ പമ്പുകളുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡ് റേഞ്ച് വളരെ വൈഡാണെന്നുള്ളതാണ്. ഇപ്പോൾ ഈ മോട്ടർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് 30 മീറ്റർ ഉപയോഗിക്കാം എന്നുണ്ടെങ്കിലും ഇതിന് മിനിമം ഹെഡ് 6 മീറ്റർ മാത്രം കൊടുത്താൽ മതി. 6 മീറ്റർ കൊടുത്താലും ഓവർലോഡ് ആവില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ഒരു സാധാരണ മോണോബ്ലോക്ക് പമ്പ് 30 മീറ്ററോ 32 മീറ്ററൊക്കെ ഹെഡ് വരുന്ന പമ്പിൻ്റെ ഒരു മിനിമം ഹെഡ് തന്നെ 15-16 മീറ്ററൊക്കെ ഉണ്ടാവും. അങ്ങനെ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മോട്ടർ ഭയങ്കരമായിട്ട് ഹീറ്റാവും. TOP ഉള്ള മോട്ടറുകളായതുകൊണ്ട് അത് ചൂടായി നിന്ന് പോകും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഇത് 6 മീറ്റർ മുതൽ 30 മീറ്റർ വരെ ഉപയോഗിക്കാം എന്നുള്ളതുകൊണ്ട് ഒരു വൈഡ് റേഞ്ച് സ്ഥലങ്ങളിലേക്ക് നമുക്കിത് ചൂസ് ചെയ്യാൻ പറ്റും. ഈ പമ്പിൽ നമുക്ക് മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ മാക്സിമം സക്ഷൻ എത്ര കിട്ടുമെന്നാണ്, എത്ര ആഴത്തിൽ നിന്ന് ഇത് വലിക്കും എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. പല ആൾക്കാരും പറയുന്നതാണ് എൻ്റെ വീട്ടിൽ പണ്ടത്തെ പമ്പിന് 9 മീറ്റർ 10 മീറ്ററൊക്കെ ആഴത്തിലേക്ക് പൈപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് വലിച്ചുകൊണ്ടിരുന്നു. നമ്മൾ പലരും പുതിയ മോട്ടർ എടുക്കാൻ വരാൻ നേരത്ത് അവരോട് പറയും മോട്ടറിന് കമ്പനി പറയുന്നത് 7 മീറ്റർ അല്ലെങ്കിൽ 7.5 മീറ്റർ വരെ വലിയുള്ളൂ എന്ന് പറയുമ്പോൾ പഴയ മോട്ടർ 9 മീറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു, 9.5 മീറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ 10 മീറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവർ തർക്കിക്കാറുണ്ട്. അപ്പോൾ അതിലുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോട്ടറിൻ്റെ സക്ഷൻ കപ്പാസിറ്റി, അതായത് സക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും വാട്ടർ ലെവൽ തൊട്ടാണ്. നമുക്ക് 10-11 മീറ്റർ ആഴത്തിലേക്ക് നമുക്ക് പൈപ്പ് ഇടാൻ പറ്റും. പക്ഷേ അതിൻ്റെ വാട്ടർ ലെവൽ 7 മീറ്റർ അല്ലെങ്കിൽ 7.5 മീറ്ററിൻ്റെ ഉള്ളിലാണെങ്കിൽ മാത്രമാണ് വലിക്കുള്ളൂ. എന്നാൽ ഈ പമ്പ് നമ്മൾ ഇന്ന് അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി എത്രയാണെന്ന് ടെസ്റ്റ് ചെയ്യുക കൂടെ ചെയ്യുന്നുണ്ട്. ഇതിന് നമ്മൾ 8.5 മീറ്ററാണ് സെക്ഷൻ എടുത്തേക്കുന്നത്. ഏകദേശം 8 മീറ്റർ വരെ വാട്ടർ ലെവൽ നിർത്തിക്കൊണ്ട് ബാക്കി 1/2 മീറ്റർ താഴേക്ക് നമ്മൾ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ അത്രയും വലിയ കിട്ടുമോ, ഇതിനെങ്ങനെ പെർഫോമൻസ് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിന്ന് വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ ഈ തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഒരു 6 മീറ്റർ ആഴേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ 6 മീറ്റർ സെക്ഷൻ കൊടുത്തിട്ട് ഇതിൻ്റെ പെർഫോമൻസും പ്രഷർ റേഞ്ചൊക്കെ ചെക്ക് ചെയ്യും. അതിനുശേഷമാണ് നമ്മളത് കുറച്ചുകൂടെ മേളിലേക്ക് വെച്ചിട്ട് നമ്മളതിൻ്റെ മാക്സിമം സെക്ഷൻ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ 6 മീറ്റർ ആഴത്തിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പമ്പിൻ്റെ ഇൻസ്റ്റലേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലൊരു പ്രഷർ ഗേജൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. പമ്പിൻ്റെ സ്റ്റാർട്ടിങ് കറണ്ട് കാണിച്ച് ഏകദേശം 18 ആംപിയറാണ്. പക്ഷേ മോട്ടറിൻ്റെ റണ്ണിങ് കറണ്ട് 4.8 ആംപിയറാണ് കറണ്ട് എടുക്കുന്നത്. 4.8 മോട്ടറിൻ്റെ നെയിം ലൈറ്റിൽ കൊടുത്തിരിക്കുന്ന മാക്സിമം ഡിസ്ചാർജ് എന്ന് പറയുന്നത് 5.5 ആണ്. 5.5 ആംപിയറാണ് മാക്സിമം കറണ്ട് കൺസപ്ഷൻ കമ്പനി പറയുന്ന പെർമിസിബിൾ ആയിട്ടുള്ള കറണ്ട് കൺസപ്ഷൻ. പക്ഷേ നമുക്ക് 4.7 ആംപിയർ എടുക്കുന്നുള്ളൂ. അപ്പോൾ കൺസപ്ഷൻ വളരെ കുറവാണ്. നമ്മൾ വളരെ ഹെഡ് കുറവിലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 6 മീറ്റർ ആഴത്തിൽ നിന്ന് മാത്രം വെള്ളം എടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഇനി നമുക്കിതിൻ്റെ 4.7ൽ നമുക്കിനി മാക്സിമം പ്രഷർ ലോഡ് ചെയ്യുന്നത് എത്രയാണെന്ന് നോക്കാം. ഓൾറെഡി നമ്മൾ 6 മീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1/2 ബാറിനടുത്ത് പ്രഷർ നമുക്ക് ഓൾറെഡി ലോസ് ആയിട്ടുണ്ട്, നമ്മൾ ആഴത്തിൽ നിന്ന് കൊടുത്തേക്കുന്നതുകൊണ്ട്. ഒന്ന് ഈ സൈഡിൽ വരാൻ പറ്റുമോ? ഇപ്പോൾ ഏകദേശം 2 ബാറിന് മേലെ, ഒരു 2.5 ബാറിന് അടുത്തുനിന്ന് വേണമെങ്കിൽ പറയാം, കുറച്ചുകൂടെ ലോഡ് ചെയ്യാം. 2.5 ബാർ 2നും 2.5ക്കും ഇടയ്ക്കാണ് നമ്മൾ പ്രഷർ ലോഡ് ചെയ്തേക്കുന്നത്. ആ 26 മീറ്റർ 27 മീറ്ററിലുള്ള ഡിസ്ചാർജാണ് നമുക്കിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ 30 മീറ്റർ എന്നുള്ള കണക്ക് ശരിയാണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇതിന് വരുന്ന മാക്സിമം സെക്ഷനാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എത്ര മീറ്റർ വലിക്കും എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. പമ്പിൻ്റെ ഡിസ്ചാർജിൻ്റെ കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട, നല്ല ഡിസ്ചാർജ് തന്നെ വരുന്നുണ്ട്. ഓക്കെ, പമ്പ് നല്ല ഡിസ്ചാർജ് ഉണ്ട് പമ്പിന്. സാധാരണ 1.25 30 മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ പൊതുവേ ഇത്തിരി ഡിസ്ചാർജ് കുറവായിരിക്കും. കാരണം ഈ റേഞ്ചിൽ മറ്റ് പമ്പുകൾ നോർമലി വരുന്നത് 1:1 സൈസിലൊക്കെയാണ്, 1 ഇഞ്ച് വലി 1 ഇഞ്ച് തള്ളു റേഞ്ചിലാണ്. അപ്പോൾ പ്രഷർ കൂടുതലുണ്ടെങ്കിലും ഡിസ്ചാർജ് കുറവായിരിക്കും. ഇത് അത്യാവശ്യം നല്ല ഡിസ്ചാർജ് ഉണ്ട്.
ഇനി നമുക്കിതിൻ്റെ സക്ഷൻ മാക്സിമം കപ്പാസിറ്റിയിലേക്ക് കൊടുത്തിട്ട് ഈ പറഞ്ഞൊരു 8 മീറ്ററിനടുത്ത് വലിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത്. അപ്പോൾ നമ്മുടെ മോട്ടർ നമ്മൾ നേരെ ഒരു ചെറിയ സ്ലാബിൻ്റെ മേളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. 8.5 മീറ്റർ ആഴമാണ്, അതായത് 8.5 മീറ്റർ നമ്മൾ പൈപ്പ് എടുത്തേക്കുന്നത്. അതിൽ ബാക്കി ബെൻഡ് കാര്യങ്ങൾ പൈപ്പിൻ്റെ ചെറിച്ച് വളഞ്ഞു കിടക്കുന്നതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ 8 മീറ്റർ കറക്റ്റായിട്ടുള്ള സെക്ഷൻ ഉണ്ടെന്ന് പറയാം. മോട്ടർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാവോ. ഇതാ കൃത്യം 8 മീറ്റർ വാട്ടർ ലെവലിൽ നിന്ന് നമ്മുടെ മോട്ടർ ഇരിക്കുന്ന ലെവൽ തൊട്ട് കിണർ വരെ കറക്റ്റ് 8 മീറ്റർ ആഴത്തിൽ നിന്ന് മോട്ടർ സുഖമായിട്ട് വെള്ളം എടുക്കുന്നുണ്ട്. ആദ്യം കണ്ടതിൽ നിന്ന് ചെറിയൊരു പെർഫോമൻസ് ഡ്രോപ്പ് ഉണ്ടാവും, അത് വളരെ നോർമലാണ്. കാരണം മോട്ടറിൻ്റെ സെക്ഷൻ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഡിസ്ചാർജ് എന്തായാലും കുറവ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7.5 മീറ്റർ വരെയുള്ള ആഴത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫോമൻസിൽ വർക്ക് ചെയ്യും. ഇനി നമുക്ക് വേനൽക്കാലമൊക്കെ ആയി വെള്ളത്തിൻ്റെ ലെവൽ താഴ്ന്നു പോയാൽ പോലും നമുക്ക് 8 മീറ്റർ വരെയുള്ള ആഴത്തിൽ നിന്ന് ഈ മോട്ടർ വെച്ച് വെള്ളം എടുക്കാൻ പറ്റും. പല മോട്ടറുകൾ ഇപ്പോൾ വേനലായി കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിൽ വെച്ച് വലിച്ചുകൊണ്ടിരുന്ന പമ്പുകൾ വലിക്കാതെയായിട്ട് നമ്മൾ പിന്നീട് കെട്ടി ഇറക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ സുഖമായിട്ട് 8 മീറ്റർ ആഴത്തിൽ നിന്ന് വലിക്കുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മോട്ടർ മേളിൽ തന്നെ വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ കറണ്ട് കൺസപ്ഷൻ നമ്മുടെ ഇതൊരു ഫുൾ ലോഡിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ലോഡിൽ വരുന്നത് 3.9 ആംപിയറേ ഉള്ളൂ, വളരെ ചെറിയ കൺസപ്ഷനേ ഉള്ളൂ. ഇനി ഇതിൻ്റെ നമ്മളിപ്പോൾ ഫുൾ ഓപ്പണിംഗ് ഇട്ടാൽ പോലും മാക്സിമം ലോഡിൽ ഏകദേശം 4.2 ആംപിയറാണ് ഇതിൻ്റെ മാക്സിമം കറണ്ട് കൺസപ്ഷൻ വരുന്നുള്ളൂ. അപ്പോൾ കൺസപ്ഷൻ വൈസും വളരെ കുറവാണ്. നമുക്ക് കുറഞ്ഞ ഹെഡിലും കൂടിയ ഹെഡിലും എല്ലാ രീതിയിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓഫ് ഈ മോട്ടറിൻ്റെ ഏകദേശം ഒരു കോസ്റ്റ് വരുന്നത് 10,000 രൂപ താഴെയാണ്. ഒരു 9,500 രൂപ ഏകദേശം മാർക്കറ്റ് വിലയുണ്ടെന്ന് പറയാം. ഏകദേശ വിലയാണ്, കൃത്യമായിട്ടുള്ള വില നോക്കിയാലേ അറിയുള്ളൂ. പിന്നെ ഇതിൽ ഈ പറഞ്ഞ ഗുണങ്ങൾ ഞാൻ മെയിനായിട്ട് എടുത്ത് പറയുന്നത് ഇതിൻ്റെ ഒരു ഹെഡ് റേഞ്ചാണ്. കുറഞ്ഞ ഹെഡിലും ഉപയോഗിച്ചാലും ഈ മോട്ടർ ചൂടാവില്ല, അല്ലെങ്കിൽ കൂടുതൽ കറണ്ട് കൺസ്യൂം ചെയ്യില്ല എന്നത് ഇതിൻ്റെ എടുത്ത് പറയാവുന്നൊരു പ്രത്യേകതയാണ്. അത് മറ്റ് പല കമ്പനികൾക്ക് അത് ഉണ്ടായിന്ന് വരില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പല ഹെഡ് റേഞ്ചിൽ ഉപയോഗിക്കേണ്ട വരുന്ന ആവശ്യങ്ങൾക്ക് ഈ മോട്ടർ നമുക്ക് ഈസി ആയിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ കാണാനായിട്ട് തുണ്ടത്തിൽ ട്രേഡേഴ്സ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്